ഹലോ നമസ്കാരം, ഏവർക്കും സിനൈ ഫാമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഈ വീഡിയോ ഒരു ചെടിച്ചട്ടി നിർമ്മാണത്തെ പറ്റിയാണ്. സിമെൻറ്റ് ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു ചെടിച്ചട്ടി നിർമ്മിച്ചു നോക്കുകയാണ്. കുറേ ആൾക്കാർ പറഞ്ഞിട്ട് നമ്മൾ സിമെൻറ്റ് ഉപയോഗിച്ചുകൊണ്ട് ചെടിച്ചട്ടി ഉണ്ടാക്കുമ്പോൾ അത് പൊട്ടിപ്പോകുന്നു എന്നുള്ളത്. അപ്പോൾ ഇത് പൊട്ടിപ്പോകാതെ എങ്ങനെയാണ് ഈ ചെടിച്ചട്ടികൾ ഉണ്ടാക്കിയെടുത്തത് എന്നാണ് ഈ വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പോൾ വീഡിയോ പൂർണ്ണമായിട്ടും കാണുക. അതുപോലെ ഇഷ്ടപ്പെട്ടാൽ മറ്റുള്ളവർക്ക് വേണ്ടി ഒന്ന് ഷെയർ ചെയ്യുക. അപ്പോൾ ഈ സിമെൻറ്റ് ചെടിച്ചട്ടി ഉണ്ടാക്കുവാനായിട്ട് ഇതാ ഈ കാണുന്നത് പോലെ നല്ല ആകൃതിയുള്ള ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ചെടിച്ചട്ടിയാണ് എടുത്തിരിക്കുന്നത്. ഇത് നമ്മുടെ പുറത്തെ മോൾഡിന് വേണ്ടിയാണ്. ഇതുപോലെ തന്നെ ഇതിൻ്റെ ഉള്ളിൽ ഇറങ്ങിയിരിക്കുന്ന ഒരു ചെറിയ പ്ലാസ്റ്റിക് ചട്ടിയുടെ ആവശ്യമാണ്. ഈ ചട്ടിയിൽ നന്നായിട്ട് ഉപയോഗശൂന്യമായിട്ടുള്ള വെളിച്ചെണ്ണ തേച്ച് പിടിപ്പിക്കുക. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, ഈ ചെടിച്ചട്ടിയിൽ വെള്ളം പോകുവാനായിട്ടുള്ള ഹോളുകളൊക്കെ ഉണ്ടാവും. അതൊരു സെല്ലോ ടേപ്പ് ഉപയോഗിച്ചുകൊണ്ട് അടച്ചു വെക്കുക. പുറത്ത് വെക്കുന്ന ചെടിച്ചട്ടിയുടെ ഉൾവശവും അതുപോലെ തന്നെ അകത്ത് വെക്കുന്ന ചെടിച്ചട്ടിയുടെ പുറം വശവും നല്ലതുപോലെ വെളിച്ചെണ്ണ പുരട്ടി കൊടുക്കുക. ഈ സിമെന്റ് ഇതിനുള്ളിൽ ഉറച്ചു കഴിയുമ്പോൾ നമുക്ക് ഇളക്കിയെടുക്കാനുള്ള സൗകര്യത്തിന് വേണ്ടിയാണ് ഇതുപോലെ വെളിച്ചെണ്ണ തേച്ച് കൊടുക്കുന്നത്. സിമെന്റും എംസാൻഡുമാണ് ചെടിച്ചട്ടി ഉണ്ടാക്കുവാനായിട്ട് എടുത്തിരിക്കുന്നത്. സിമെന്റ് 35%, എംസാൻഡ് 65% എന്നുള്ള ഒരു അനുപാതമാണ് ഈ ചെടിച്ചട്ടി നല്ല സ്ട്രോങ് ആയിട്ടിരിക്കാൻ വേണ്ടി ഏറ്റവും നല്ലത്. അപ്പോൾ അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. സിമെന്റിന്റെ അളവ് കൂടിയാലോ എംസാൻഡിന്റെ അളവ് കൂടിയാലോ വളരെ പെട്ടെന്ന് തന്നെ ഈ ചെടിച്ചട്ടി പൊട്ടിപ്പോകാനുള്ള സാധ്യതയുണ്ട്. ഒരു മീഡിയം പരുവത്തിൽ വെള്ളം ചേർത്ത് ഈ സിമെന്റും എംസാൻഡും കൂട്ടി ഇളക്കി ഒരു ചാന്ത് രൂപത്തിലാക്കുക. ഇനി ഈ സിമെന്റ് കുറച്ച് വലിയ ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കുക. അതിനെ നല്ലതുപോലെ ഈ ചട്ടി ഒന്ന് ഷെയ്ക്ക് ചെയ്ത് നല്ലതുപോലെ ഇതിനുള്ളിൽ ഉറപ്പിക്കുക. കാരണം ഇതിന്റെ അടിയിൽ എയർ ഹോളുകളൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതകളുണ്ട്. അത് നല്ലതുപോലെ നമ്മളൊന്ന് കുലുക്കി ഉറപ്പിച്ചിട്ടില്ലെങ്കിൽ ഈ എയർ ഹോളുകൾ ഉണ്ടായിട്ട് ഈ ചെടിച്ചട്ടി പൊട്ടിപ്പോകാനുള്ള സാധ്യതയുണ്ട്. ഇതിന്റെ മുകളിലേക്ക് നമ്മൾ അകത്ത് വെക്കാൻ ഉദ്ദേശിക്കുന്ന ചട്ടി എടുത്ത് വെക്കുകയാണ്. ഇനി ഈ ചട്ടിയുടെ ഉള്ളിൽ കുറച്ച് വെയിറ്റ് കിട്ടാൻ വേണ്ടി എംസാൻഡ് ഇട്ട് കൊടുക്കുന്നു. അതിനുശേഷം ഈ ചട്ടിയുടെ ചുറ്റിലും നമ്മുടെ ചാന്ത് നല്ലതുപോലെ ഫിൽ ചെയ്ത് കൊടുക്കുകയാണ്. ഒരു കാര്യം പ്രത്യേകം ഓർക്കേണ്ടത്, ഇതിന്റെ വശങ്ങളൊക്കെ ഏകദേശം തുല്യ അളവിൽ വന്നു എന്നുള്ളത് നമ്മൾ ഉറപ്പുവരുത്തേണ്ടതാണ്. ഈ സിമെന്റ് ഇതിനകത്ത് ഇട്ടതിന് ശേഷം നല്ലതുപോലെ കൈകൊണ്ട് രണ്ട് വശങ്ങളിൽ തട്ടി ഇതിനെ ഉറപ്പിച്ചു കൊടുക്കുക. ഏതെങ്കിലും കാരണവശാൽ എയർ ബബിൾസ് ഉണ്ടെങ്കിൽ നമ്മൾ ഇതുപോലെ തട്ടി കൊടുക്കുമ്പോൾ അത് മുകളിലേക്ക് വന്ന് പൊക്കോളും. ആ പുറമേയുള്ള ചട്ടിയുടെ ഒരു 1 സെന്റിമീറ്റർ താഴ്ത്തി ഇതുപോലെ സിമെന്റ് ഇട്ട് കൊടുക്കുന്നതാവും നല്ലത്. ഇപ്പോൾ നമ്മൾ സിമെന്റ് പൂർണ്ണമായിട്ട് ഇട്ടിട്ടുണ്ട്. ഇനി ഒരു 2 മണിക്കൂർ നേരത്തേക്കിന് ഈ ചെടിച്ചട്ടിയെ അനക്കാതെ വെക്കുക. ആ സമയം കൊണ്ട് ഈ സിമെന്റ് ചെറിയ തോതിൽ കട്ട പിടിച്ചു തുടങ്ങും. ഈ സമയത്ത് നമ്മുടെ ഉള്ളിലുള്ള ചെടിച്ചട്ടിയെ അധികം ഷെയ്ക്ക് ഒന്നും ഉണ്ടാവാതെ വളരെ സാവധാനം പുറത്തേക്ക് എടുക്കുക. മെല്ലെ ഒന്ന് വട്ടം കറക്കി കൊടുത്താൽ മതി. അത് നമുക്ക് ഈസി ആയിട്ട് എടുക്കാൻ വേണ്ടി സാധിക്കുന്നതാണ്. അതിനുശേഷം ഈ ചട്ടി എടുത്ത ഭാഗത്ത് ഈ ഉൾവശത്ത് നമ്മൾ എംസാൻഡ് നിറച്ച് കൊടുക്കുകയാണ്. ഇനി ഈ ചെടിച്ചട്ടി ഉണങ്ങുവാനായിട്ട് ഏകദേശം 30 മുതൽ 40 മണിക്കൂർ വരെ സമയമെടുക്കും. അത്രയും സമയം കൃത്യമായിട്ട് കൊടുത്തെങ്കിൽ മാത്രമേ നല്ല ഉറപ്പോടുകൂടി ഈ ചെടിച്ചട്ടി പൊട്ടാതെ കിട്ടുകയുള്ളൂ. പലരും ചെയ്യുന്ന കാര്യം വളരെ പെട്ടെന്ന് തന്നെ ഈ ചെടിച്ചട്ടിയെ ഇളക്കിയെടുക്കും. ആ സമയത്താണ് കൂടുതലും ഇത് പൊട്ടിപ്പോകുന്നത്. അപ്പോൾ നല്ലതുപോലെ സിമെന്റ് ഉറച്ചു എന്ന് ഉറപ്പായതിനു ശേഷം മാത്രം ഈ ചെടിച്ചട്ടിയെ ഇളക്കിയെടുക്കാൻ വേണ്ടി ശ്രമിക്കുക. നമ്മുടെ ഈ ചട്ടി ഏകദേശം ഒരു 35 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇതിപ്പോൾ നല്ലതുപോലെ സിമെന്റ് സെറ്റ് ആയിട്ടുണ്ട്. ഇതിൻ്റെ ഉള്ളിലെ എംസാൻഡ് മാറ്റിയതിന് ശേഷം ഈ ചട്ടിയെ നമുക്കിനി പുറത്തേക്ക് എടുക്കാം. ഇതിൻ്റെ ഉള്ളിലൊക്കെ എംസാൻഡ് പറ്റി പിടിച്ചിട്ടുണ്ടാകും. അത് നല്ലതുപോലെ ക്ലിയർ ചെയ്തെടുക്കുക. അതിനുശേഷം വളരെ സാവധാനം ഇതിന്റെ പുറമേയുള്ള ചെടിച്ചട്ടി ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഇതിനെ മെല്ലെ കമഴ്ത്തി വെച്ചിട്ട് ഇതിന്റെ പുറമെ ചെറുതായിട്ടൊന്ന് തട്ടിക്കൊടുക്കുക. വളരെ എളുപ്പത്തിൽ ഇതുപോലെ ഈ സിമെന്റ് ചെടിച്ചട്ടി വേർപെടുത്തി എടുക്കാൻ സാധിക്കുന്നതാണ്. നല്ല ആകൃതിയുള്ള ഒരു അച്ചായിരുന്നത് കൊണ്ട് തന്നെ അത് കാണാനും നല്ല ഭംഗിയുണ്ട്.
ഇത്രയും ചെയ്തതുകൊണ്ട് മാത്രം നമ്മുടെ ചെടിച്ചട്ടി പൂർണ്ണമായിട്ടും ഉറച്ചിട്ടില്ല. ഇനി ചെയ്യേണ്ട അടുത്ത സ്റ്റെപ്പ്, ഈ ചെടിച്ചട്ടിയെ ഒരു ബക്കറ്റിൽ വെള്ളം നിറച്ച് ഒരു 3 ദിവസം പൂർണ്ണമായിട്ടും ഈ വെള്ളത്തിൽ മുക്കിയിടുക. ഈ സമയത്താണ് ഈ ചെടിച്ചട്ടി പൂർണ്ണമായിട്ടും ദൃഢതയുള്ളതാവുന്നത്. ഇപ്പോൾ നമ്മുടെ ചെടിച്ചട്ടി നമ്മൾ വെള്ളത്തിൽ നിന്ന് എടുത്തിട്ടുണ്ട്. ഇപ്പൊ നല്ലതുപോലെ ഈ ചെടിച്ചട്ടി ഉറച്ചിട്ടുണ്ട്. നമ്മുടെ കയ്യിൽ നിന്നൊക്കെ ഈ ചെടിച്ചട്ടി ഇനി താഴെ പോയെങ്കിൽ പോലും ഇത് പൊട്ടത്തില്ല. അതുപോലെ ഇത് ഉറപ്പുള്ളതായിട്ട് മാറിയിട്ടുണ്ട്. ഇനി ചെയ്യേണ്ട അടുത്ത സ്റ്റെപ്പ്, ഇതിലേക്ക് കുറച്ച് വൈറ്റ് സിമന്റ് അല്ലെങ്കിൽ സിമന്റ് പ്രൈമർ അടിച്ചു കൊടുക്കുക. അതിനുശേഷം നമുക്ക് ഇഷ്ടമുള്ള കളറുകൾ നമുക്ക് ചെടിച്ചട്ടിക്ക് അടിച്ചു കൊടുക്കാം. ഞാനിവിടെ ടെറാക്കോട്ട പെയിന്റ് ആണ് എടുത്തിരിക്കുന്നത്. ഈ ഒരു സിമന്റ് ചെടിച്ചട്ടിയുടെ പ്രത്യേകത, നമ്മുടെ മൺചട്ടി പൊട്ടിപ്പോകുന്നതിൽ അത്ര വേഗം ഈ ചട്ടി പൊട്ടിപ്പോകത്തില്ല. വളരെ കാലം ഇത് നിലനിൽക്കുന്നതാണ്. ഞാനിവിടെ ഉണ്ടാക്കിയിരിക്കുന്നത് വളരെ ചെറിയൊരു ചട്ടിയാണ്. നമുക്ക് വലിയ പ്ലാസ്റ്റിക് ചട്ടികൾ മേടിക്കുകയാണെങ്കിൽ ഇതേപോലെ തന്നെ വലിയ സിമന്റ് ചട്ടികൾ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. ഇതുപോലെ ഒരു വലിയ സിമന്റ് ചട്ടി ഉണ്ടാക്കിയെടുക്കാനും 20 അല്ലെങ്കിൽ 25 രൂപ മാത്രമേ നമുക്ക് ചെലവ് വരുന്നുള്ളൂ. അപ്പോൾ നമ്മളിപ്പോൾ ചെയ്തതുപോലെ ഒന്ന് ട്രൈ ചെയ്താൽ ഒരു ചെടിച്ചട്ടി പോലും നമുക്ക് പൊട്ടാതെ കിട്ടുന്നതാണ്. ഞാനൊരു 5-8 ചെടിച്ചട്ടി ഉണ്ടാക്കിയിരുന്നു. അതിലൊന്നു പോലും പൊട്ടിപ്പോകാതെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ 10 മണി ചെടികളെയാണ് നടാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഇതിന് നടിൽ മിശ്രിതമായിട്ട് മണ്ണും ചാണകപ്പൊടിയും അതുപോലെ തന്നെ മണ്ണിര കമ്പോസ്റ്റും ചേർത്തിളക്കിയിട്ടുണ്ട്. ഈ ഒരു കൂട്ട് 10 മണി ചെടികൾക്ക് വളരെ നല്ലതാണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ഒന്ന് ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും കൂടുതൽ ചെടികളുടെയും കൃഷികളുടെയും ഒക്കെ വീഡിയോസ് സീനായി ഫാമിൻ്റെ ഈ യൂട്യൂബ് ചാനലിലൂടെ വരുന്നതാണ്. അത് കാണാനായിട്ട് ഫോളോ ചെയ്യുക. താങ്ക്